ഇപ്പം രാഷ്ട്രീയമൊന്നും ഇല്ലാണ്ട് ഒരാൾ ചുമ്മാ നിഷ്പക്ഷമായി നിൽക്കുന്ന ആൾ ചിന്തിച്ച് നോക്കുമ്പം അവർക്ക് ഇടുക്കിക്ക് വേണ്ട കാര്യങ്ങൾ പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്ത ആളാരാണ് എന്ന് നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഡീനേക്കാൾ കൂടുതൽ ചെയ്തിരിക്കുന്ന ചോയ്സാണ്. വോട്ടിടാനൊന്നും ഈ പ്രാവശ്യം പോകുന്നുമില്ല. അതും വേണ്ടെന്ന് വെച്ചു. അതൊന്നുമല്ല, 19 എന്നുള്ള 20 ആയ അതിൻ്റെ ഗുണമുണ്ട്. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനുണ്ട് അതിൻ്റെ ഗുണം. അതെന്ന് വെച്ചാൽ അതിനകത്തെ മെയിൻ ഇത് പ്രധാന കക്ഷി കോൺഗ്രസ്സാണ്. കാരണം ഒരു സീറ്റ് കോൺഗ്രസിന് കൂടുതൽ കിട്ടുവാണെങ്കിൽ അത്ര നല്ലതെന്ന് മാത്രം. നമ്മൾ തിരിച്ചു നോക്കിയോ, അതിനെ കണ്ടില്ല, ഇത്ര 55 ലക്ഷം രൂപ മുടക്കിയിട്ടേക്കുന്നതാണ്. ഇതൊന്ന് പൂർത്തീകരിച്ച് ജനം എന്ന് നിങ്ങളെപ്പോണക്കുള്ള ചാനലുകാരൊക്കെ എന്നും ഇവിടെ വരുന്നുണ്ടല്ലോ, വന്നുകൊണ്ട് എത്രയോ പ്രതിഷേധങ്ങൾ നടത്തിയതിന് വേണ്ടിയിട്ട് ഇതുവരെ ഇതൊന്ന് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇത് ഞാൻ ചോദിക്കുന്ന നാട്ടുകാർ ചെയ്യേണ്ട കാര്യമാണോ, മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട കാര്യമല്ലേ? അപ്പോൾ ഇതുപോലെയല്ല ജനങ്ങൾ ബുദ്ധിമുട്ടിക്കുക. 52 ലക്ഷം രൂപ മുടക്കി വെറും മണ്ണാക്കി ഇങ്ങനെ വെച്ചിരിക്കുക. ആർക്കും ഒരു പറയാൻ അവിടെ പറമ്പിലും അവിടെ തൊണ്ടിലും ഒക്കെ പോകും ആൾക്കാർ, ആർക്കും പോകില്ല. 5 വർഷം പൂർത്തിയായതാണ്. ഇതാണോ ഭയങ്കര ഭരണ നേട്ടം അല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ? ഇടിയെ പേടിച്ച് അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇടിയെ പേടിച്ച് പോകണം, അല്ലാതെ ആരും പോയില്ല. ഗവൺമെൻറ് ഓരോ KSRTCയെ നന്നാക്കാൻ വേണ്ടി നോക്കി പ്രൈവറ്റ് ബസ്സുകൾ ഇല്ലാണ്ടാക്കി. എന്നിട്ട് KSRTC നന്നായിട്ടില്ല. അന്ധമായ രാഷ്ട്രീയമുള്ള ആളുകൾ. ഞങ്ങളൊന്നും വ്യക്തമായിട്ട് രാഷ്ട്രീയമുള്ള ആൾക്കാരല്ല. ഞങ്ങളാരും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒന്നിൻ്റെ ആൾക്കാരല്ല. ഞങ്ങളാരും ഇവിടെ സംഘടന പുറത്ത് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ വണ്ടിയെ പണിയെടുക്കുന്നു, സർവീസ് നടത്തുന്നു. പക്ഷെ അതൊക്കെ നിന്ന് ഈ വർഷം കേരള കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നല്ലോ. ഇപ്പം LDFിൻ്റെ ഭാഗമല്ലേ കേരള കോൺഗ്രസ്. അപ്പോൾ ആ വോട്ട് വിഹിതം ഏതായാലും കുറവ് വരുമല്ലോ. ഡീന് കഴിഞ്ഞാണ് ഒരു 1,70,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇത്തവണ ആ ഭൂരിപക്ഷം നിൽക്കും, സാധ്യതയുണ്ടോ? അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ജോയ്സ് ജോർജാണ് ജയിക്കാൻ സാധ്യത. ജോയ്സ് ജോർജ് ജയിക്കും. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ കൊല്ലത്തെ സാഹചര്യമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ സാഹചര്യമല്ല ഈ പ്രാവശ്യമുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം കുറേ നമ്മുടെ മറ്റേ ശബരിമല ഇഷ്യൂ നല്ലപോലെ ഉണ്ടായിരുന്നു. അതുപോലെ മറ്റേ രാഹുൽ ഗാന്ധിയുടെ ഒരു മണ്ഡലത്തിൻ്റെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു. കുലമൊന്നുമില്ല. മാത്രമല്ല, കഴിഞ്ഞ 5 കൊല്ലം ഡീൻ്റെയും അതിന് മുമ്പത്തെ 5 കൊല്ലത്തിൻ്റെയും ജോയ്സും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഇതിന് മുമ്പത്തെ 5 കൊല്ലത്തെ പ്രവർത്തനം നോക്കിയാൽ ജോയ്സിനെ തന്നെ വോട്ട് ചെയ്യാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഇതിന് മുൻപ് ജോയ്സ് ജോർജ് മത്സരിച്ച് ജയിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് കസ്തൂരി രംഗൻ ആ വിഷയം, അതുപോലെ തന്നെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ആ ഒരു വോട്ട്, അങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെയുള്ള എന്തെങ്കിലും ഘടകങ്ങളല്ല, ഞാൻ പറഞ്ഞൊരു MP എന്ന നിലയിൽ നമ്മൾ മണ്ഡലത്തിൽ ചെയ്തത് അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഇടുക്കിക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞത് താരതമ്യം നമ്മൾ ചെയ്യലൂ. 2 പേര്. ഇപ്പോൾ 2 കൊല്ലം നമുക്ക് 2 പേരിന് ഓരോ ടൈമുണ്ട്. കാരണം കഴിഞ്ഞ കൊല്ലം ഡീൻ ജയിച്ചു പോയ 5 കൊല്ലം, അതിന് മുമ്പ് ജോയിസ് ജയിച്ച 5 കൊല്ലം. അത് താരതമ്യം ചെയ്യുമ്പം സാധാരണ രീതിയിൽ ഇപ്പം രാഷ്ട്രീയമൊന്നും ഇല്ലാണ്ട് ഒരാൾ ചുമ്മാ നിഷ്പക്ഷമായി നിൽക്കുന്ന ആൾ ചിന്തിച്ച് നോക്കുമ്പം അവർക്ക് ഇടുക്കിക്ക് വേണ്ട കാര്യങ്ങൾ പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്ത ആളാരാണ് എന്ന് നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഡീനേക്കാൾ കൂടുതൽ ചെയ്തിരിക്കുന്ന ജോയ്സാണ്. ആ മണ്ഡലത്തിന് ഉണ്ടായിരുന്നു, സാധാരണക്കാരൻ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു, ആർക്കും ഏത് നിമിഷവും സമീപിക്കായിരുന്നു. അപ്പം ഡീനേക്കാളും ജോയ്സിനാണ് സാധ്യത. നിലവിൽ പറയുന്നത് ഡീനെ ഒരു ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നും കൂടെയാണ്. കാണുന്നില്ലായിരുന്നു, മണ്ഡലത്തിൽ കാണുന്നില്ലായിരുന്നു. മണ്ഡലത്തിലായിരുന്നു, പാർലമെൻറ്റിൽ ഈ പറഞ്ഞില്ലായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് നോക്കാൻ പറ്റും. നോക്കാം. അത് നോക്കുമ്പോൾ ആ ഒരു ഇതിൽ ഇടുക്കിക്കാരൻ എന്ന രീതിയിൽ എൻ്റെ ആണോ? എൻ്റെ ഇടുക്കി പണിക്കുംകുടി, അതായത് ഇടുക്കി നിയമസഭാ മണ്ഡലം. ഇടുക്കിയിലെ പാർലമെന്റ് മണ്ഡലത്തിലെ ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ പറഞ്ഞാൽ ഇടുക്കിയിലെ ഒരുവിധം എല്ലാ മണ്ഡലങ്ങളിലും LDF ആണ് അധികാരത്തിൽ ഇരിക്കുന്നത്. അത് 5 എണ്ണം. ഇടുക്കി ജില്ലയിലെ 5 എണ്ണത്തിൽ തൊടുപുഴ മാത്രമേ ഉള്ളൂ, ജോസ് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി പാർലമെന്റ് ഇലക്ഷൻ നിയമസഭ ഇലക്ഷൻ ആരംഭിച്ച കാര്യമൊന്നുമില്ല, 2 ഉള്ളൂ. അതിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടാവുന്ന പ്രതീക്ഷയാണോ? ഞാൻ പാർട്ടി അല്ല, അത് വ്യത്യാസമാണ്. പാർലമെന്റിലേക്ക് നടക്കുന്ന നിയമസഭയിലേക്ക് ഇറങ്ങുന്ന ഇലക്ഷൻ്റെ തീർച്ചയായിട്ടും ഉള്ളൂ. അത് കാരണം എത്ര മണ്ഡലത്തിലുണ്ട് UDFന് 2-3 മണ്ഡലം കണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ലീഡ് പറയാൻ പറ്റുള്ളൂ. ഈ പാർലമെന്റ് ഇലക്ഷനോ? അല്ല, ഞാൻ പറഞ്ഞ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന്റെ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ 2-3-4 മണ്ഡലത്തിലെ UDFന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് അതിന് മുമ്പത്തേൻ്റെ അത് അല്ല, ഞാൻ പറഞ്ഞാൽ അത് കഴിഞ്ഞ് വന്ന നിയമസഭാ ഇലക്ഷനിലാണല്ലോ നമ്മൾ പറഞ്ഞ ഈ പറയുന്ന 99 LDF ജയിച്ചത്. അന്ന് 2019 19 എണ്ണം UDF ജയിച്ചു കഴിഞ്ഞിട്ടാണ് 2 കൊല്ലം കഴിഞ്ഞപ്പം 2021 ഇലക്ഷൻ നടന്നപ്പം 99 എടുത്ത് വിജയിച്ചത്. ഇടുക്കിയിൽ എങ്ങനെയാണ് ഡീൻ്റെ കാര്യം? എങ്ങനെയാണ് ഡീനും മറ്റേ പുള്ളിയും 2 പേരും ഒന്നും പറയാൻ പറ്റിയാലൊരവസ്ഥ. ജോയ്സ് നല്ല സ്ഥാനാർത്ഥിയാണ്. നമ്മള് അവിടെ ഇവിടെ താമസിക്കുന്നുള്ളൂ, ഹോട്ടലിൽ അവിടെയാ. അപ്പൊ അവിടെ എങ്ങനെയുണ്ട്? നാട്ടുകാരൊക്കെ എന്തോ പറയും? ഞാൻ വലിയ ഒരു വർഷത്തിലൊക്കെ ഒന്നാ പോകാറുള്ളൂ. നമുക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ അങ്ങ് പോകുന്നതേ ഉള്ളൂ. വോട്ടിടാനൊന്നും ഈ പ്രാവശ്യം പോകുന്നുമില്ല. അതും വേണ്ടെന്ന് വെച്ചു. നമ്മുടെ അവകാശമാണ്, നമ്മൾ വോട്ടവകാശം വിനിയോഗിച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാം, നമുക്ക് രാഷ്ട്രത്തിന്റെ ഭാവി തിരഞ്ഞെടുക്കാം. ഞാൻ ഓരോ MP-മാരും രക്ഷപ്പെട്ട് പോകുന്നത് നമ്മുടെ വോട്ട് കിട്ടിയിട്ടാണ്. അവര് ഉണ്ടാക്കാനുള്ള അവരുണ്ടാക്കും, അവരുണ്ടാക്കാനുള്ള. അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തെ കാര്യങ്ങൾ അങ്ങ് ഉപേക്ഷിച്ചു. ലാട്ടായിക്ക് വോട്ട് ചെയ്തേക്കാന്ന് ഓർത്തുണ്ടായിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ കോട്ടയത്ത് പൊതുവിൽ പറഞ്ഞേക്കുന്നത് ചേട്ടാ, ഇപ്പൊ ഇവിടെ കോട്ടയത്തല്ലേ താമസം? അല്ല, ഞാൻ
പാലായിൽ തന്നെയാണ്. അപ്പോൾ പാലായിൽ ഇപ്പം പൊതുവിൽ പറയുന്നത് ആർക്കുള്ള സാധ്യതയാണ്? അത് രണ്ടുപേരും കട്ടക്കട്ടയാണ്. പിന്നെ ഇവനെ മറ്റേ ചാഴികാടനാണ് ഇച്ചിരി കൂടെ ചാൻസ് ഉള്ളത്. നല്ലൊരു MP എന്ന ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. പുള്ളി ചാഴികാടനാണ് ഒരു ഇച്ചിരിയും കൂടെ ഒരു സാധ്യത വരുന്നത്, ആ മുൻതൂക്കം വരുന്നത്. ഒന്നാമതെ മറ്റേ പുള്ളി അവിടുന്ന് വന്ന് നിൽക്കുന്നു. പിന്നെ പുള്ളി നാട്ടുകാരനാ. അത് ശരി. എന്നൊക്കെ ഒരു പറച്ചില്ല. പിന്നെ ഓരോരുത്തരുടെ മനസ്സിലിരിപ്പോൾ നമുക്ക് പറയാൻ പറ്റിയല്ലോ. ഇവിടെ പണ്ട് മാനസികാപ്പൻ തോറ്റു പോകുമെന്ന് പറഞ്ഞു, പക്ഷേ വോട്ട് വന്നപ്പോൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതല്ലല്ലോ കണക്കുകൂട്ടലുകളെ. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ ഒരു ചാഴികാടനാണ് ഒരു ചാൻസ്. പിന്നെ ഓരോരുത്തരെ ഓരോ രീതിയിൽ പറയുന്നു, അതെങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സാധ്യത ഡീൻ കുര്യാക്കോസിനാ. കഴിഞ്ഞ തവണ ഏകദേശം ഒരു 1,77,000. അതെ, ഇത്തവണ അത് നിലനിർത്തു, കുറയോ കൂടു എന്താണ് തോന്നുന്നത്? കൂടാനൊന്നും വഴിയില്ല, എന്തായാലും ജയിക്കുന്നുള്ള ഉറപ്പാണ്. അപ്പം ജോയ്സിന് വലിയ ചാർജ് ഇല്ല. ഇവിടെ പ്രധാനമായിട്ടും പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ ആവശ്യമായിട്ട് ജനങ്ങൾ പറയുന്ന കാര്യം എന്തൊക്കെയാണ്? എല്ലാ ആവശ്യങ്ങളല്ലേ, എപ്പോഴും ആവശ്യങ്ങളാണല്ലോ. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? പ്രശ്നങ്ങൾ തന്നെ വിലക്കയറ്റം, അതുപോലെ തന്നെ എല്ലാം പ്രശ്നങ്ങളാണ്. അതുപോലെ നമ്മുടെ ഈ സർക്കാർ ഭരണം, കേരള സർക്കാരിൻ്റെ ഭരണം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. ഏത് രീതിയിലായിരിക്കും ജനങ്ങളത് നോക്കിക്കാണുന്നത്? വളരെ 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 ബുദ്ധിമുട്ടിലാണല്ലോ ജനങ്ങൾ, എല്ലാ രീതിയിലും. എല്ലാ മേഖലയും അതെ, ഒരു മേഖലയല്ല. അപ്പോൾ എടുത്തു പറയാനൊന്നും എല്ലാ മേഖലയും അതെ. അപ്പം സർക്കാരിനെതിരെയുള്ള ഒരു മറുപടിയായിട്ട് ഇത് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഉറപ്പായിട്ടും. ഇപ്പം ഇവിടെ പ്രധാനമായിട്ടും ഇടുക്കി മണ്ഡലമാണല്ലോ. ഇടുക്കി മണ്ഡലം. അപ്പം സാധ്യത ജോയ്സനായിരിക്കുമോ അതോ? ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും പൊതുവിൽ എന്താണ് ആൾക്കാർ പറയുന്നത്? ഒന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ രണ്ടുപേരും ഓരോ തവണ 50,000 വോട്ട് ഒരു ജയിച്ച ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ആർക്കാന്നുള്ള പറയാൻ പറ്റില്ല. തിരിച്ചയാൾ 1,70,000 അങ്ങോട്ട് തോപ്പിച്ചു. ഇനിയിപ്പോൾ ആദ്യം 50,000 വോട്ടിന് ഡീനെ തോപ്പിച്ചു, ജോയ്സ് തോപ്പിച്ചു. അത് കഴിഞ്ഞ് പുള്ളി ഒരുപാട് വികസന പ്രവർത്തനം നടത്തിയെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ 1,70,000 വോട്ടിന് ഡീൻ അങ്ങോട്ട് തോപ്പിച്ചു. ഇപ്പോൾ 5 കൊല്ലം മുമ്പ് നടത്തിയ വികസന പ്രവർത്തനമാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് നടക്കണേ. അത് അത്രയും എനിക്ക് തോന്നുന്നില്ല ഫലിക്കുമെന്ന്. ദേശീയപാത വികസിപ്പിച്ചായിരുന്നല്ലോ അന്നും, എന്നിട്ട് പിന്നെ എങ്ങനെ 1,70,000 തോറ്റുപോയേ. ഇപ്പോഴും ആ ദേശീയപാത അന്ന് വികസിപ്പിച്ച കാര്യം ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണേ. അനൗൺസ്മെന്റ് മുഴുവൻ അങ്ങനെ കേൾക്കണത്. അത് കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം 1,70,000 തോപ്പിച്ചതിന് പ്രതികാരം വീട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അത് നടക്കാൻ വലിയ പാടാം. ഇനി തിരിച്ചു പിടിക്കാൻ LDF പാടാണ്. തിരിച്ചു പിടിക്കാൻ പാടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം മണ്ഡലത്തിന് ഇത് മറിഞ്ഞും തന്നെ ആണല്ലോ ഇപ്പോൾ. അല്ല പിന്നെ അന്ന് 50 തോപ്പിച്ചപ്പം പിന്നത്തെ തവണ ഒന്നിനെങ്കിലും ജയിക്കേണ്ടതല്ലേ. അതൊന്നേരം ഇത്രയും വികസനം നടത്തിയിട്ട് 1,70,000 അങ്ങോട്ട് തിരിച്ചു തോപ്പിക്കും. വലിയൊരു തോൽവിയായി പോയി. അതുപോലെ തന്നെ ഈ ഒരുവിധം മണ്ഡലങ്ങളെല്ലാം 2 മണ്ഡലം ഒഴികെ ബാക്കി മണ്ഡലമെല്ലാം LDFന്റെ കയ്യിലാണ്. ഇപ്പം അന്ന് തുടർഭരണം വന്നുകൊണ്ടല്ലേ, അല്ല അങ്ങനെ വരുന്നില്ലായിരുന്നല്ലോ. അത് കണ്ടുകൊണ്ട് നോക്കണ്ട. എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ 19 സീറ്റും UDF നേടിയില്ലേ. അങ്ങനെയാണെങ്കിൽ അന്നും LDF അല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും 19 മണ്ഡലം അങ്ങനെ നേടി. അതുകൊണ്ട് കൂട്ട് നിയോജകമണ്ഡലത്തിൻ്റെ നോക്കണ്ട പാർലമെൻറ്റിലേക്ക്. അതൊരിക്കലും ശരിയല്ല. അപ്പോൾ ആളുകൾ മാറി ചിന്തിക്കും. ഒന്ന് കേരളത്തിൽ ഒരാൾ ഭരിക്കണം, കേന്ദ്രത്തിലേക്ക് മറ്റൊരാൾ പോകണം, അങ്ങനെയാണോ? ശരിക്കും നേരത്തെ അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പം അത്രയും ഇപ്പം ഇവർ ആര് ജയിച്ചു ചെന്നാലും അവിടെ ഇന്ത്യ മുന്നണിയിലാണ്. അത് കാരണം പിന്നെ എങ്ങനെ ഇപ്പം ഇത്തവണത്തെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ LDF ആയിരുന്നാലും UDF ആയിരുന്നാലും ഒന്ന് തന്നെയാണ്. കേന്ദ്രത്തിൽ പോകുമ്പോൾ അവരൊന്നാണല്ലോ. അതിപ്പോൾ അവരിപ്പോൾ ഒരാളവിടെ ഉണ്ടായിട്ടും ആ ഒരാളും 19 പേരും ചെയ്ത് ഒരുപോലെയാണെന്ന് അവർ പറയണേ. അതൊന്നുമല്ല, 19 എന്നുള്ള 20 ആയ അതിൻ്റെ ഗുണമുണ്ട്. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനുണ്ട് അതിൻ്റെ ഗുണം. അതെന്ന് വെച്ചാൽ അതിനകത്തെ മെയിൻ ഇത് പ്രധാന കക്ഷി കോൺഗ്രസ്സാണ്. കാരണം ഒരു സീറ്റ് കോൺഗ്രസിന് കൂടുതൽ കിട്ടുവാണെങ്കിൽ അത്ര നല്ലതെന്ന് മാത്രമേ. അപ്പോൾ ഇടുക്കിയിലെ ജനങ്ങൾ പൊതുവിൽ പ്രത്യേകിച്ച് ഈ തൊടുപുഴ മേഖല, അതുപോലെ തന്നെ ഇടുക്കി മലയോര പ്രദേശം, ഈ മേഖലയിലൊക്കെ ജനങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുന്നത് പൊതുവിൽ? ഇത് തന്നെ ചിന്തിക്കുള്ളൂന്നേ. ഇതേ കാര്യം തന്നെയാണ്. എന്നുവെച്ചാൽ ഇപ്പം മനുഷ്യൻ്റെ കയ്യിൽ 10 പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. ഇവിടെ ഭരിച്ച് തുടർഭരണം നടത്തി ഒരു പരിവാക്കി നിർത്തിയിരിക്കുക. അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് എന്നാ പറയണം. ഇപ്പോൾ ഈ സ്ഥാപനം തന്നെ പണിതിട്ടിട്ട് ഇപ്പോൾ 6 വർഷമായി. എന്ത് സ്ഥാപനമാണ് ഈ സ്ഥാപനം? നമ്മൾ തിരിച്ചു നോക്കിയോ, അതിനെ കണ്ടില്ല. 55 ലക്ഷം രൂപ മുടക്കിയിട്ടേക്കുന്നതാണ്. ഇതൊന്ന് പൂർത്തീകരിച്ച് ജനം എന്ന് നിങ്ങളെപ്പോണക്കുള്ള ചാനലുകാരൊക്കെ എന്നും ഇവിടെ വരുന്നുണ്ടല്ലോ. വന്നുകൊണ്ട് എത്രയോ പ്രതിഷേധങ്ങൾ നടത്തിയതിന് വേണ്ടിയിട്ട് ഇതുവരെ ഇതൊന്ന് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇത് ഞാൻ ചോദിക്കുന്ന നാട്ടുകാർ ചെയ്യേണ്ട കാര്യമാണോ, മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട കാര്യമല്ലേ? അപ്പോൾ ഇതുപോലെയല്ല ജനങ്ങൾ ബുദ്ധിമുട്ടിക്കുക. 52 ലക്ഷം രൂപ മുടക്കി വെറും മണ്ണാക്കി ഇങ്ങനെ വെച്ചിരിക്കുക. ആർക്കും ഒരു പറയാനാണെങ്കിൽ അവിടെ പറമ്പിലും അവിടെ തൊണ്ടിലും ഒക്കെ പോകും ആൾക്കാർ. ആർക്കും പോകില്ല. 5 വർഷം പൂർത്തിയായതാണ്. ഇതാണോ ഭയങ്കര ഭരണ നേട്ടം അല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ? അത് എന്തെങ്കിലും തുടങ്ങിയാൽ അത് പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുക. ജനങ്ങളുടെ കാശാണല്ലോ, തുടങ്ങി നോക്കും, അത് അവസാനിപ്പിക്കുന്നില്ല. ഇപ്പോൾ 101 പദ്ധതികളും 1500 പദ്ധതിയൊക്കെ പറഞ്ഞു വികസനത്തിൻ്റെ. ഏതെങ്കിലും ഒരെണ്ണം പൂർത്തിയാക്കിയിട്ടുണ്ടോ? മുട്ടത്ത് കണ്ട പൈസ പാർക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്, ഉദ്ഘാടനം നടത്തി.
അവിടെ എന്തെങ്കിലും ഒരു പുതിയ പരിപാടി അവിടെ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് കൊട്ടിക്കൊഴിച്ചൊരു ഉദ്ഘാടനം നടത്തി വെച്ചു. അവിടെ ആർക്കും ഒന്നും ചെയ്യുന്നില്ല. അത് പറഞ്ഞതായിട്ടൊന്നും പറയാൻ പറ്റിയല്ല. അത് ആരെങ്കിലും കുറേ പൈസ ഫണ്ട് വിനിയോഗിച്ച് അങ്ങ് ചെയ്തു വെക്കുന്നേ ഉള്ളൂ. അത് നേട്ടത്തിൽ പിടിയല്ല. അത് കോട്ടം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഇടുക്കിയിലും മാറി വരും, അല്ലെങ്കിൽ ഇടുക്കിയിൽ ഡീൻ തന്നെ വരും, ഉറപ്പാണ്. ഇടുക്കിയിൽ ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF, അതല്ലാതെ മറ്റൊരു കക്ഷിക്ക് സാധ്യതയൊന്നുമില്ല. അതിപ്പോൾ തൽക്കാലം കേരളത്തിലുണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ അക്കൗണ്ട് തുറക്കാൻ തോന്നില്ല. അങ്ങനെ അക്കൗണ്ട് തുറന്നായിരുന്നല്ലോ. അക്കൗണ്ട് ഇവിടെ അല്ല, നമ്മുടെ തിരുവനന്തപുരത്ത് മറ്റേ പുള്ളി പാർലമെന്റിലേക്ക് അല്ല നിയമസഭയിലേക്ക് ജയിച്ചായിരുന്നല്ലോ. അത് പിന്നെ അവിടെ കൊണ്ട് തീർന്നു പോലും. ഇതേ തുറന്നതുപോലെ തന്നെ അവസാനിച്ചു. അത്രേ ഉള്ളൂ. അത് ആ കരുതി വരുമ്പോൾ ഇവർ ഒന്നിച്ച് അങ്ങോട്ട് വോട്ട് ചെയ്തൊന്നും ജയിപ്പിക്കില്ല. അതിന് ഇനിയിപ്പോൾ EDയെ പേടിച്ചെങ്ങാൻ വല്ലതും ചെയ്ത് കൊടുത്തെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ ജയിപ്പിക്കില്ല. അപ്പോൾ ഒരു മണ്ഡലത്തിലും അക്കൗണ്ട് തുറക്കൂലെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇതാ പറഞ്ഞപ്പോൾ ED എന്ന് വരുന്നുള്ള പേടി കൊണ്ട് വല്ലവരും അങ്ങോട്ട് നേതാക്കന്മാരെല്ലാം അങ്ങ് ചാടി നിന്ന് ഇപ്പോൾ എത്ര പേര് അങ്ങോട്ട് പോയി. അപ്പം കോൺഗ്രസിൽ നിന്ന് പോയി, എല്ലായിടത്തും പോവും. അപ്പം പോയി കഴിയുമ്പോൾ അങ്ങനെയൊക്കെ വന്ന് ഇപ്പം കേജ്രിവാളിൻ്റെ അവസ്ഥ, അയാൾ ഇപ്പോഴും രാജി വെക്കാതെ തന്നെ നിൽക്കുന്നു. തുടർന്ന് അയാളെയൊക്കെ അതുപോലെ ഒതുക്കുക എന്ന് പറഞ്ഞാൽ അത് EDക്ക് ഉള്ളത് അവരെ കഴിവുകൊണ്ട് ഒതുക്കുന്നതാണ്. അപ്പോൾ അത് പേടിച്ച് ചിലർ ഇനി പറഞ്ഞാൽ അതിന് വേണ്ടി പെനക്കെട്ടുണ്ടല്ലോ. ഇപ്പോൾ പത്മജ തന്നെ ഉറപ്പായിട്ടും പോയത് ഇങ്ങനെയുള്ള കാര്യമില്ല. EDയെ പേടിച്ച് അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. EDയെ പേടിച്ച് പോകണം, അല്ലാതെ ആരും പോയില്ല. സാധ്യത ഡീൻ കുര്യാക്കോസിനാണ്. പിന്നെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചതുകൊണ്ടാണ്. ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം 1.70 ഉണ്ടായിരുന്നല്ലോ. അതിലും കുറയാൻ സാധ്യതയില്ല, കൂടാനുള്ള സാധ്യതകൾ. കോൺഗ്രസ് പറയുന്ന പോലെ തന്നെ 2 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെയാണ് മൊത്തത്തിലുള്ള കാഴ്ചപ്പാടിൽ. ജനങ്ങളുടെ ഇവിടുത്തെ ഭരണം കൊണ്ട് മൊത്തം പൊറുതി മുട്ടി മടുത്തിരിക്കുക. ഞങ്ങൾക്കിവിടെ ബസ് സർവീസാണ് പരിപാടി. ഞങ്ങൾക്ക് ബസ് സർവീസൊക്കെ സർക്കാരിൻ്റെ ഓരോ നയങ്ങൾ കൊണ്ട് ബസ് സർവീസൊക്കെ 38,000 ബസ് ഉണ്ടായിരുന്നത് ഇപ്പം വെറും 6,850 ബസ്സായി. 2000 കാലഘട്ടത്തിലാണ്ട് 38,000 ഉണ്ടെന്ന് നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രി വരെ പറഞ്ഞു. ഗണേഷ് കുമാർ തന്നെ പറഞ്ഞു. അത് ഇവരുടെ ഗവൺമെൻറ് ഓരോ KSRTCയെ നന്നാക്കാൻ വേണ്ടി നോക്കി പ്രൈവറ്റ് ബസ്സുകൾ ഇല്ലാണ്ടാക്കി. എന്നിട്ട് KSRTC നന്നായിട്ടില്ല. ഞാൻ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഇടുക്കിയിലെ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഇവിടെ തന്നെയാണ്ട് 700 ബസ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പം തൊഴിൽ ബസ് സ്റ്റാൻഡിൽ വരുന്ന വണ്ടി 200 താഴെ ഉള്ളൂ. ഓർത്താൽ മതി. ഇപ്പം 140 കിലോമീറ്ററിൻ്റെ പെർമിറ്റ് വിഷയം തന്നെ KSRTCക്കാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പെർമിറ്റ് പുതുക്കി തരുന്നില്ല. ഒക്കെ ഒരു ബസ്സിലെ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 7 പേരെങ്കിലും വരും, പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി ചെയ്യുന്ന ആൾക്കാർ. അവരുടെ എല്ലാം തൊഴിലും മുടക്കി. ഇതെല്ലാം സർക്കാരിൻ്റെ ഓരോ നയങ്ങളാണല്ലോ. ഇതിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യണതാണ്. പക്ഷേ ഈ 38,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നപ്പോൾ KSRTC ഇതിലുണ്ടായിരുന്നു. നമ്മുടെ എണ്ണം കുറയുമ്പോൾ ഇവരുടെ കുറയുള്ളൂ. ഇതെല്ലാം പാർലർ സർവീസിലേക്കും സ്വന്തം വണ്ടിയിലേക്കും എല്ലാം മാറിക്കൊണ്ടിരിക്കുക. അപ്പം ബസ് സർവീസിൻ്റെ അല്ലെങ്കിൽ ബസ് ഉടമ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര പ്രതിഷേധമാണ്. മറ്റേന്ന് പറയുമ്പോൾ UDFൻ്റെ ഭരണകാലത്ത് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സഹായിക്കുമായിരുന്നു. എന്തെങ്കിലും സന്നിഗ്ധ ഘട്ടത്തിൽ എല്ലാ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങളെയൊക്കെ സഹായിക്കുമായിരുന്നു. ഇപ്പം ഒരു സഹായമില്ല, ഒന്നുമില്ല. ഞങ്ങൾ മാക്സിമം ഈ പ്രസ്ഥാനത്ത് തന്നെ ഒഴിവാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ 38,000 ബസ് സർവീസ് എന്ന് പറയുമ്പോൾ അത് ഏകദേശം ഒരു 10 വെച്ച് നോക്കിയാൽ 3,80,000 കുടുംബങ്ങൾ കഴിഞ്ഞിട്ടിരുന്ന. ഇപ്പോൾ അവരെല്ലാം വേറെ മെക്കാട് പണിക്കും മേസ്ത്രി പണിക്കൊക്കെ പോയി. ഇപ്പം ബസ്സിൽ പണിയാന്ന് വെച്ചാൽ ആർക്കും ഒരു ഉറപ്പില്ല. നമ്മളൊരു പണി കൊടുക്കാമെന്നാലും ഒരു പണിക്കാരൻ വരുമ്പോൾ നിങ്ങൾ എത്ര കാലം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? അതിലും ഞങ്ങൾ വേറെ എന്തെങ്കിലും പണിക്ക് പോകാമെന്ന് പറഞ്ഞ് പണിക്കാരൊക്കെ ഞങ്ങളുടെ കൂടെ നിന്ന് പോയി. ഇപ്പോൾ പണിക്കാരില്ല, തീരെ ബുദ്ധിമുട്ടിയ അവസ്ഥയിലാണ് ബസ്സുകാരൊക്കെ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇന്ധനവില പിന്നെ ഇലക്ഷൻ വരുമ്പം കേന്ദ്ര ഗവൺമെൻറ് ശകലം കുറയ്ക്കുമല്ലോ. അങ്ങനെ ഇപ്രാവശ്യം 2 രൂപ കുറച്ചിട്ടുണ്ട്. ആ സമയത്ത് മാക്സിമം ഫുൾ ടാങ്ക് അടിക്കുക. അല്ല, അങ്ങനെ നമുക്ക് ബസ്സിന് ഒരു ദിവസം ഓടാൻ ഉള്ള ഡീസലിൽ അടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 50 ലിറ്റർ പറഞ്ഞ വണ്ടി 50 അല്ലാതെ 55 അടിച്ച് വീട്ടിൽ നമ്മൾ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെയുള്ള ബസ്സുകാരൊക്കെ മൊത്തത്തിൽ അങ്ങനെ ഒരു ചിന്തയിലാണ്. പിന്നെ രാഷ്ട്രീയമായതുകൊണ്ട് ചില ആളുകൾ നോക്കില്ല. അന്ധമായ രാഷ്ട്രീയമുള്ള ആളുകൾ. ഞങ്ങളൊന്നും വ്യക്തമായിട്ട് രാഷ്ട്രീയമുള്ള ആൾക്കാരല്ല. ഞങ്ങളാരും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒന്നിൻ്റെ ആൾക്കാരല്ല. ഞങ്ങളാരും ഇവിടെ സംഘടന പുറത്ത് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ വണ്ടിയെ പണിയെടുക്കുന്നു, സർവീസ് നടത്തുന്നു. പക്ഷെ അതൊക്കെ നിന്ന് 1970 തുടങ്ങിയതാണ് ഞങ്ങൾ പ്രസ്ഥാനം. ഇപ്പം അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു. അല്ല അതിൻ്റെ ലാഭമോ കാര്യങ്ങളും അല്ല. ബസ്സുകളൊക്കെ ആൾക്കാരെല്ലാം വിറ്റുകൊണ്ടിരിക്കുന്നു. അതിനെ നിങ്ങൾക്കറിയാമല്ലോ, ഈ ബസ് സർവീസിൻ്റെ ഈ എണ്ണം തന്നെ നോക്കി അറിയാം. അതുപോലെ തന്നെ പൊതുവിൽ ജനങ്ങളിപ്പോൾ പഴയതുപോലെ ബസ്സിൽ കയറുന്ന ഒരു പ്രവണത കുറവല്ലേ? അത് കോവിഡിന് ശേഷം ബസ്സിൽ യാത്രക്കാർ കുറവാണ്. അന്നത്തെ നിയന്ത്രണങ്ങൾ വന്നു, പല നിയന്ത്രണങ്ങൾ വന്നല്ലോ. ആളെ ഒരു സീറ്റിൽ ഒരാളിരിക്കാം. അതുപോലെ നമ്പർ അടിസ്ഥാനത്തിൽ ഇരട്ടയാക്കം വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ആൾ കുറഞ്ഞു. പക്ഷേ അതൊക്കെ തിരിച്ചിപ്പോൾ ആയി തുടങ്ങി. പണ്ട് നമുക്ക് ഈ 89, 90, 95 കാലഘട്ടത്തൊക്കെ നമുക്ക് ഒരു ബസ്സിൽ 2000 യാത്രക്കാരുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് പോയിട്ട് ഒരു 350 ഇത്രയും യാത്രക്കാർ കുറഞ്ഞു. 4 ടിക്കറ്റ് ബുക്ക് അന്ന കാലത്ത് ഒരു വണ്ടിയിൽ ചിലവാനൊരു പാടില്ലായിരുന്നു. ഒരു ടിക്കറ്റ് ബുക്കിൽ 500 ടിക്കറ്റാണ്.
അത്ര ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു ടിക്കറ്റ് തീരത്തില്ല. 2 ദിവസം എടുത്താൽ തീർക്കുന്നത്. അങ്ങനെ ഭയങ്കര അവസ്ഥയാണ് അത്. എന്നാൽ നിങ്ങൾക്ക് തന്നെ നിർത്തിയിട്ട് പോകാൻ പാടില്ലതാ. എന്നാൽ മന്ത്രിയോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നഷ്ടം നിർത്തിയിട്ട് പോകും. ഞങ്ങളിത് ലോണും എടുത്ത് എല്ലാം ചെയ്താൽ കൊണ്ടുനടക്കണ ഒരു പ്രകാരത്തിൽ ബ്ലേഡുകാരൻ്റെയൊക്കെ പലിശ നിർത്തിയിട്ട് പോയാൽ അവർ പിടികൂടില്ലേ? അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള നിങ്ങളെല്ലാവരും കൂടെ നിർത്തിയിട്ട് പോയാൽ ഇവിടെ നാട്ടിൽ എങ്ങനെ വണ്ടി ഓടും? അല്ല, അത് അവർക്കത് വിഷയമല്ലല്ലോ. ജനങ്ങളുടെ പ്രശ്നമല്ലല്ലോ. ഇപ്പോൾ KSRTC നന്നാക്കുക, അതിലെ യൂണിയൻകാർക്ക് ജീവിക്കാനുള്ള പരിപാടി ഉണ്ടാക്കുക. അപ്പം KSRTC തന്നെ സ്വിഫ്റ്റ് ഉണ്ടാക്കി. അത് KSRTC ആയിട്ട് ആരും ബന്ധം ശരിക്കില്ലല്ലോ. പക്ഷേ KSRTCക്കാണ് എല്ലാവിധ ബാധ്യത. ബാധ്യതയില്ല KSRTCക്ക്, ലാഭം സ്വിഫ്റ്റ് എന്നുള്ള വേറെ കമ്പനിക്ക്. ഞങ്ങളുടെ കാര്യം, ബസ്സുകാരുടെ കാര്യം കഷ്ടത്തിലാണ്. കാരണം അപ്പോൾ ഇത്തവണ ജയിച്ചു പോകുന്ന UDF തന്നെ ഇതിലൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? UDF കേരളത്തിൽ വരുവാണെങ്കിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുന്നത്. നിയമസഭയിൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊരു മൂന്നാം കക്ഷിയും കൂടെ വരുന്നുണ്ട്, BJP. മൂന്നാം കക്ഷി ഇപ്പം മൂന്നാം കക്ഷി ജയിക്കുന്നൊരു ധാരണ വന്നാൽ ഈ ബാക്കി കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ ഇന്നവരെ തോൽപ്പിക്കാനായിട്ട് നോക്കും. അല്ല, 2 കക്ഷിയൊക്കെ ഇപ്പം പ്രധാന എതിരാളി മൂന്നാം കക്ഷിയാണ്. അതെ, മൂന്നാം കക്ഷി പലയിടത്തും 2ാം സ്ഥാനമൊക്കെ ഈയിടെ മനോരമയുടെ ഏഷ്യാനെറ്റിൻ്റെയോ മനോരമയുടെ അങ്ങോട്ട് വന്നിട്ടുള്ളൂ. മൂന്നാം കക്ഷി 2ാം സ്ഥാനത്തിന് വേണ്ടി പൊരുതാന്ന് പറയണ്ടല്ലോ. ഇവിടെ അതിനുള്ളൊരു സാധ്യത കുറവാണ്. ഇവിടെ ഒട്ടും സാധ്യത ഇല്ല അതിനുള്ള. ഇവിടെ ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തൊടുപുഴ കുറച്ച് കൗൺസിലർമാർ BJPക്കുണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങളിലുള്ളൂ. മൊത്തത്തിൽ വോട്ട് വരുമ്പം അത് അത്ര ഒന്നും എത്താൻ സാധ്യതയില്ല. ഇവിടെ വിജയപ്രതീക്ഷ ആർക്കാണ് വരുന്നത്? പ്രതീക്ഷ ഡീന് തന്നെയാണ്. രാഷ്ട്രീയക്കാരനാണോ ചേട്ടാ? രാഷ്ട്രീയക്കാരനല്ലേ, ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തിലും ഇല്ല. ഇപ്പോൾ സ്വതന്ത്രമായിട്ട് തന്നെ മത്സരിക്കുന്നുണ്ടോ? ഇല്ല. അല്ല, ഇപ്പോൾ ഒരു നിഷ്പക്ഷമായിട്ട് നിലപാടാണ്. അപ്പോൾ എന്തുകൊണ്ടാ ഡീൻ ജയിക്കുമെന്ന് പറയുന്നത്? ഡീന് പൊതുവേ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അതാണ് ഒരു പ്ലസ് പോയിൻ്റായിട്ട് കാണുന്നത്. കാരണം നല്ലൊരു MP ആണോ? MP ആയിട്ടിരുന്നിട്ട് ഇതുവരെ ഒരു മോശം ഒരു അഭിപ്രായം പൊതുജനങ്ങൾക്ക് ഇടയിലില്ല. അതാണ് ഒരു പ്ലസ് പോയിൻ്റായിട്ട് കാണുന്നത്, വിജയിക്കാനൊരു സാധ്യത കാണുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു MP ആണോ? അതെ. വളരെ സിമ്പിളായിട്ടുള്ള ഒരാളാണ് MP. സാധാരണ മനുഷ്യനാണ്. അപ്പോൾ ജോയ്സ് നേരത്തെ MP ആയിരുന്നു. അതെ. അപ്പോൾ ഡീനും MP ആണ്. അപ്പം 2 പേരും നേർക്ക് നേർ മത്സരിക്കുമ്പോൾ നല്ലൊരു പോരാട്ടം തന്നെ ഇത്തവണ ഇടുക്കിയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ശക്തമായ പോരാട്ടം ഉണ്ടാകും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷത്തെ അതെങ്ങനെ ബാധിക്കുമെന്ന് വിചാരിക്കുന്നു? കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷമൊന്നും കിട്ടില്ല. അപ്പോൾ 1,70,000 കുറയും. അത് കുറയും. അപ്പോൾ പല സർവേകളും പുറത്തു വരുന്നുണ്ട്, അത് ഈ 1,00,000-അടുത്ത് കിട്ടാൻ സാധ്യത എന്നാണ് പറയുന്നത് പലരും. അത് ശരി, അത്രയും കിട്ടുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം കേരള കോൺഗ്രസും കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നല്ലോ. ഇപ്പം LDFിൻ്റെ ഭാഗമല്ലേ കേരള കോൺഗ്രസ്. അപ്പോൾ ആ വോട്ട് വിഹിതം ഏതായാലും കുറവ് വരുമല്ലോ. അപ്പോൾ ഈ പറയുന്ന മലയോര മേഖലയിലും പ്രത്യേകിച്ച് ഈ തൊടുപുഴ മേഖലയിലൊക്കെ ഉള്ള കേരള കോൺഗ്രസിൻ്റെ വോട്ട് അങ്ങോട്ടേക്ക് മറിയുമെന്നാണ്. തൊടുപുഴ മേഖലയെ കൂടുതലും P. ജോസഫിൻ്റെ മണ്ഡലമാണ്. അവരെ P. ജോസഫിനാണ് മുൻതൂക്കം കൂടുതൽ. ഹൈ റേഞ്ച് മേഖലയിൽ കേരള കോൺഗ്രസും മാണി ഗ്രൂപ്പിനും ഇരിപ്പുള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ കൂടുതലും അതിൻ്റെ ആയിട്ടൊരു വ്യത്യാസം വരും. കാരണം വോട്ട് ഇങ്ങനെ വ്യത്യാസം വരും. കാരണം ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു അട്ടിമറി വിജയം ജോയ്സിന് കിട്ടുമോ? LDFിന് കിട്ടുമോ? അതിന് സാധ്യത കുറവായിരിക്കും. എത്ര ആഞ്ഞാലും കിട്ടുമെന്നുള്ള കാര്യം സംശയമായിരിക്കും. ഭൂരിപക്ഷം കുറഞ്ഞാലും ഡീന് തന്നെ ആയിരിക്കും സാധ്യത കൂടുതൽ.